ആണെങ്കിലും ശംസുൽ ഉലമ എന്ത് പറഞ്ഞു, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാടെന്തായിരുന്നു, അതൊക്കെ സ്ത്രീകളുടെ ജുമാ ജമാഅത്തിനെ പറ്റി പറയുമ്പോഴും അതുപോലെ തവസ്സുൽ ഇസ്തിഗാസനെ പറ്റി പറയുമ്പോഴും ഒക്കെ നമ്മൾക്ക് പറയാനുള്ളത് അതന്നെ. പത്രക്കാരി ചോദിച്ചാലും പറയും, വേറെ ആൾക്കാരെയും ചോദിച്ചാലും പറയും. ഇപ്പൊ അടുത്ത് ഏറ്റവും പ്രധാനമായ ഒരു സമ്മേളനം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് യോഗം നടക്കുക, അതിന്റെ ഒരു പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് എത്തിയപ്പോ അന്നാണ് സുപ്രീം കോടതി സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ പറ്റി പറഞ്ഞു. ഇന്ന് അതിനെ പറ്റി പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, കോടതിയിലുള്ള വലിയ ആളുകളുമായി, സുപ്രീം കോടതിയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവരുടെ സംസാരത്തിൽ ആരാണ് നിങ്ങളോട് ഈ പള്ളിയിലേക്ക്, കണ്ട പള്ളിക്കൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു എന്നാ. അപ്പൊ അത് വേണ്ടാന്നുള്ളടത്തേക്ക് അപ്പൊ സുപ്രീം കോടതി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിലക്കാണ് അവർ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മളുടെ ലൈന് ശംസുൽ ഉലമ ഉസ്താദും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളും ഏത് നിലക്ക് പറഞ്ഞോ ആ നിലക്കാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും വരുന്ന കാലങ്ങളിൽ തീർച്ചയായും നമ്മുടെ മഹല്ലുകളിലും പള്ളികളിലും അതുപോലെ നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടും ഈ ലൈനിൽ തന്നെ അടിയുറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. മഹാന്മാരുടെ ബർക്കത്ത് നമുക്കുണ്ടാകും. അതിന് അല്ലാഹു സഹായിക്കുമാറാവട്ടെ.